So this is your Avicenna Batumi Medical Academy, right? Yes, correct. Myself, Dr. Fawaz Usman Alikan. ആണ് നമ്മളെ ബത്തൂമി സിറ്റിയുടെ കടല് കാണുന്നത്. സോ യൂണിവേഴ്സിറ്റിക്ക് സ്വന്തമായിട്ട് റിസർച്ച് ലബോറട്ടറീസ് ഉണ്ട്. സോ അത് യുവർ ഹോസ്റ്റൽ ഈസ് ഫാന്റാസ്റ്റിക് ആക്ച്വലി. യു ഹാവ് 20 or 26 പീപ്പിൾ ചപ്പാത്തി മേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ, ജീരകം, ഉപ്പ് തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഓൾമോസ്റ്റ് ഡെയിലി ഒരു 150 to 200ഓളം കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഫുഡ് കഴിക്കാനുണ്ടാവും. എവരി വൺ ഫ്രം മുംബൈ, ഗുജറാത്ത്, ഹൈദരാബാദ്, രാജസ്ഥാൻ. ഹോസ്റ്റലിന്റെ ലോണ്ടറി ഫെസിലിറ്റീസിലോട്ട് പോകുന്നൊക്കെയാണ്. ബത്തൂമി മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. അവിസന്ന ബത്തൂമി മെഡിക്കൽ യൂണിവേഴ്സിറ്റി 4th floor, 5th floor, പിന്നെ 6th floor. ഹലോ ഗായ്സ്, ഇപ്പോ നമ്മൾ എവിടെ ഉള്ളതെന്ന് അറിയോ? ബത്തൂമി, അതായത് ജോർജിയയുടെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സിറ്റി ആയിട്ടുള്ള ബത്തൂമിയിലാണുള്ളത്. സോ ബത്തൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിബിലിസിന്ന് ജസ്റ്റ് ഒരു 5.5 hours ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ എത്തുന്ന ഒരു സിറ്റിയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു കോസ്റ്റൽ ഏരിയയിലുള്ള ഒരു സിറ്റിയാണ്. അതായത് കടലിൻ്റെ തീരപ്രദേശമായിട്ട് ബീച്ചൊക്കെ ഉള്ള ഒരു സിറ്റിയാണ്. സോ ആ ബീച്ചിൽ ഉള്ള യൂണിവേഴ്സിറ്റിയുടെ അടുത്തുള്ള സ്ഥലത്തോട്ടാണ് എത്തിയിട്ടുള്ളത്. സോ അവിടെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ ആണ് ഞാൻ വന്നിറങ്ങിയിട്ടുണ്ടായിരുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ സെക്കൻഡ് പ്ലാറ്റ്ഫോമിൻ്റെ തൊട്ടടുത്താണ്. അതായത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ടാക്സിയോ ബസ്സോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന യൂണിവേഴ്സിറ്റി ഏതാണെന്ന് അറിയോ? അവിസന്ന മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഇൻ ബത്തൂമി. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങോട്ട് പോകാം. സോ ദിസ് ഈസ് എ യൂണിവേഴ്സിറ്റി വി ക്യാൻ സീ, ദാറ്റ് ഈസ് അവിസന്ന ബത്തൂമി മെഡിക്കൽ യൂണിവേഴ്സിറ്റി. സോ അവിസന്ന മെഡിക്കൽ യൂണിവേഴ്സിറ്റിക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട്. അത്യാവശ്യം നല്ല പഴക്കമുള്ള യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പോൾ അവർ നമ്മളെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ടിബിലിസിയിലെ SCU എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയൊക്കെ ടൈപ്പ് ആയിട്ടുണ്ട്. പോരാത്തതിന് യൂണിവേഴ്സിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അതായത് ഇപ്പോൾ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ടിബിലിസിയിൽ കൊടുക്കേണ്ട അത്ര ഫീസ് കൊടുക്കേണ്ട, പക്ഷേ അത്ര നല്ല എഡ്യൂക്കേഷൻ ഇവിടെ കിട്ടുന്നുണ്ട്. ഒരുപാട് സ്കോളർഷിപ്പ് ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ദിസ് ഈസ് അവിസന്ന യൂണിവേഴ്സിറ്റി. സോ ഹിയർ വി ക്യാൻ സീ, അതായത് ഇവിടെ ഹോസ്പിറ്റൽസിനോട് ചേർന്നിട്ടാണ്. അതായത് യൂണിവേഴ്സിറ്റി ഒറ്റയ്ക്കല്ല ഉള്ളത്, യൂണിവേഴ്സിറ്റിയുടെ കൂടെ തന്നെ മെഡിക്കൽ ഹോസ്പിറ്റൽ അടക്കമാണ് യൂണിവേഴ്സിറ്റി ഉള്ളത്. സോ ഏതെങ്കിലും പാരൻസ് തോന്നുകയാണെങ്കിൽ പ്രാക്ടിക്കൽസ് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ ഉള്ള കംപ്ലീറ്റ് ആൻസർ ആയിരിക്കും ഈ ഒരു വീഡിയോ. ഇതിനകത്ത് ഹോസ്പിറ്റൽസിൻ്റെ ഉള്ളിൽ എനിക്ക് അങ്ങനെ പോകാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റൽസിൻ്റെ ഉള്ളിൽ പേഷ്യൻസും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറച്ച് പെർമിഷൻസ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. സോ ഇവിടെ നമുക്ക് സ്റ്റുഡൻസിനെ കാണാൻ പറ്റും. സ്റ്റുഡൻസ് ക്ലാസ് കഴിഞ്ഞ് പോകുന്ന കുറേ കുട്ടികളെ കാണാൻ പറ്റും. സോ ഇതാണ് യൂണിവേഴ്സിറ്റി. ഇവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞത് ഫാമിലി മെഡിസിൻ സെൻ്ററാണ്. സോ ഇവിടെ നമുക്ക് യൂണിവേഴ്സിറ്റി ക്ലിനിക് ഓഫ് ഇന്നോവേറ്റീവ് മെഡിസിൻ നമുക്ക് കാണാൻ പറ്റും. സോ ഇതാണ് യൂണിവേഴ്സിറ്റിയുടെ മെയിൻ എൻട്രൻസ്. സോ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, അവിസന്ന ബത്തൂമി മെഡിക്കൽ യൂണിവേഴ്സിറ്റി കാണാൻ പറ്റും. ക്ലാസ് കഴിഞ്ഞിട്ട് കുറേ കുട്ടികൾ പോകുന്നുണ്ട്. സോ ഇവരൊക്കെ ഇവിടെ തന്നെ പഠിക്കുന്ന, ഇവിടെ ആൾമോസ്റ്റ് ഒരു 400 to 500 കുട്ടികൾ പഠിക്കുന്നുണ്ട് എന്നാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ. സോ ഇവിടെ വൺ ഓഫ് ദ ഫേമസ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ പോകാം. സോ ഇതാണ് അവിസന്നയുടെ ഉൾവശം. സോ ഇവിടെ ക്ലിനിക്കൽ സൗകര്യമുണ്ട്. യൂണിവേഴ്സിറ്റിക്ക് സ്വന്തമായിട്ട് ഹോസ്പിറ്റലുണ്ട്. കെൻബാക്കർ എന്ന് പറഞ്ഞൊരു ക്ലിനിക്ക് ഉണ്ട്. പിന്നെ പോരാത്തതിന് അവിസന്ന എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലിനിക്ക് ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇവിടെ എഴുതിയിട്ടുണ്ട് അവിസന്ന എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലിനിക്ക് ഉണ്ട്. അവിമെഡ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ അവിസന്ന, ഇതാണ് യൂണിവേഴ്സിറ്റിക്ക് പോണത്. പിന്നെ ഇവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റും ബത്തൂമി മെഡിക്കൽ അക്കാഡമി എന്ന് പറഞ്ഞിട്ട്. സോ ഇത് മൊത്തത്തിലൊരു ഹോസ്പിറ്റൽസിൻ്റെ ഒരു സ്ട്രക്ചറാണ്, ഒരു 3-4 ക്ലിനിക്സ് ഉള്ള ഒരു സ്ട്രക്ചറാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഉള്ളിലോട്ട് പോകാം. സോ ഹിയർ വി ഹാവ്, ഇപ്പോൾ നമുക്ക് അവിസന്നയുടെ കാണാം. ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങോട്ടാണ് ഹോസ്പിറ്റലിലോട്ടുള്ള എൻട്രൻസ്. ഇവിടുന്ന് നേരെ ലിഫ്റ്റ് കയറി കഴിഞ്ഞാലാണ് യൂണിവേഴ്സിറ്റി. സോ ഇതിവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്. ഹായ് ബ്രദർ, ഹായ്. സോ നമുക്ക് എന്ത് ചെയ്യാം, യൂണിവേഴ്സിറ്റിയിലോട്ട് പോവാം. സോ നമ്മൾ ഫസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫാമിലി മെഡിസിൻ, അത് കഴിഞ്ഞിട്ട് ഡയറക്ടർ അഡ്മിനിസ്ട്രേഷൻ അവിസന്ന സ്റ്റുഡൻറ്റ് സ്പേസ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അവിസന്ന റിസർച്ച് സെൻറ്റർ, ഇവിടെ റിസർച്ച് സെൻറ്റർ ഉണ്ട്. പിന്നെ അവിസന്ന ബത്തൂമി മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. അവിസന്ന ബത്തൂമി മെഡിക്കൽ യൂണിവേഴ്സിറ്റി 4th floor, 5th floor, പിന്നെ 6th floor മെഡിക്കൽ അക്കാഡമി. സോ നമ്മൾ എല്ലാ ഫ്ലോറിലോട്ടും പോകാൻ വേണ്ടി പോവാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ലിഫ്റ്റിൻ്റെ ഉള്ളിലോട്ട് കയറാം. സോ അവിസന്നയിലെ 4th floor ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അഡ്മിഷൻ വർക്ക്സ് ഒക്കെ നടക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ്. ഇവിടെ കുറച്ച് ക്ലാസ്സസും കാര്യങ്ങളും കാണാം. ബാക്കി കുട്ടികളൊക്കെ 5th floor. സോ നമുക്ക് ഈ ഫ്ലോർ ഒന്ന് എന്ത് ചെയ്യാം, കാണാം. ഇവിടെ കുട്ടികളുടെ എക്സാംസിൻ്റെ സെൻറ്റേഴ്സ് ഉണ്ട്, പിന്നെ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് റൂംസ് ഉണ്ട്, തുടങ്ങിയ ഒത്തിരി കാര്യങ്ങളുണ്ട്. സോ നമുക്ക് അതിന് മുന്നേ ഐ വിൽ ഇൻട്രൊഡ്യൂസ് ഹിയർ. സോ Anna, right? Yes, my name is Ella. Hello, welcome to our university. Welcome to the Batumi. We are really excited to show you our university here. Yeah, so let's go.
Let's go. At this moment, we are at the fourth floor. Yeah. We usually are for administration, library, our OSCEs, and some Yeah, of classrooms. course, yes. We can start from our library, Yeah, sure. which all the electronic versions are also accessed in our system. സോ ദിസ് ഈസ് ദ ലൈബ്രറി. ഇത് ഇവരുടെ ലൈബ്രറിയാണ്. ഇവിടെ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റുന്ന സ്ഥലം. ഇത് വൺ ഓഫ് ദ ലൈബ്രറിയാണ്. അവർക്ക് ഒരുപാട് ലൈബ്രറി ഉണ്ട്. അപ്പോൾ ഓരോ ഫ്ലോറിലും കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ലൈബ്രറികൾ. യു ഹാവ് ഇ ലേണിംഗ് സിസ്റ്റം ഹിയർ? Yes, of course. All in the e-learning system, all the electronic books are already uploaded, and all the students have ability to have access, download, use it for the studying. Okay, sure. So students can take books from here and they can sit here and they can study, right? Yeah. So this is good. So I'm just asking you how many students are studying here? 300 students are studying here currently. So 300ഓളം കുട്ടികൾ ഇപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. Let's go to another rooms. Yeah. So we completed the book storage. Book storage means library. നമ്മൾ ആൾറെഡി ലൈബ്രറി കണ്ടു. നമുക്ക് അടുത്ത റൂമിലോട്ട് പോവാം. So which is the next room? Reading hall. Yeah. So apart from book storage, they have reading hall also. Yeah, apart of the book storage, they have a reading halls where students have ability to take the books here and for the study or read it. ഓക്കെ. ഈ യൂണിവേഴ്സിറ്റിയിൽ അവരെ സംബന്ധിച്ചിടത്തോളം ബുക്ക് സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ടുള്ള ലൈബ്രറി ഉണ്ട്. അവിടുന്ന് ബുക്ക് എടുത്തിട്ട് അവിടെ പഠിക്കാം. പിന്നെ പോരാത്തതിന് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാം. സോ ഇവിടുത്തെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര സീനിക്കാണ്. സീനിക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്ര ഭംഗിയുള്ള ഒരു യൂണിവേഴ്സിറ്റി ഐ ഡിഡ്ന്റ് സീ ഇറ്റ്. അതായത് സോ മച്ച് വെരി ബ്യൂട്ടിഫുൾ യൂണിവേഴ്സിറ്റി. യു ക്യാൻ സി. അതായത് നമ്മുടെ മുമ്പത്തെ, അതായത് ഇതൊരു ബീച്ച് സിറ്റിയാണ് ആക്ച്വലി. ഇറ്റ്സ് എ പോർട്ട് സിറ്റി എന്ന് പറയാൻ പറ്റും. ബത്തൂമി എന്ന് പറയുന്ന പോർട്ട് സിറ്റിക്കകത്ത് വളരെ ഭംഗിയായിട്ട് കിടക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പോൾ ഈ സൈഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ടെന്നീസ് കോർട്ട് കാണാൻ പറ്റും. സോ അങ്ങനെയാണെന്നുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത റൂമിലോട്ട് പോവാം. കം, ലെറ്റ്സ് ഗോ. Let's go to the examination now. ടി വി ഒക്കെ കണ്ടോളൂ കേട്ടോ, ഇതിലാ കുട്ടികൾ പഠിപ്പിക്കുന്നത്. ലെറ്റ്സ് ഗോ. Can you walk a bit slower? The camera is... This is one shot? Huh? This is the one shot? Or Yeah, it's just a vlog to show the students, you know. Okay. So then only they will take admission. Because when we are talking from India, they have to see the university Of course. somehow. Of course. But if you do from a DSLR, it won't work well. Yeah, of course. This is one of our room for the സോ examination. നമ്മൾ ലൈബ്രറിയുടെ കൂടെ വേറൊരു സാധനമാണ് ഈ ലൈബ്രറി എന്ന് പറയും. കാരണം മുമ്പ് നമ്മളൊക്കെ പുസ്തകം എടുത്തിട്ടാണ് പഠിച്ചിരുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ പുസ്തകം എടുത്തിട്ടല്ല പഠിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യാണ്, കമ്പ്യൂട്ടേഴ്സ് നമുക്ക് തരും. എന്നിട്ട് കമ്പ്യൂട്ടേഴ്സിൻ്റെ ഉള്ളിൽ ബ്രൗസ് ചെയ്തിട്ടാണ് കുട്ടികൾ ഇപ്പോൾ ലൈബ്രറിയിൽ നിന്ന്. ഇത് ഇവിടെ മാത്രമല്ല, ഞാൻ റഷ്യയിലും ബൾഗേറിയയിലും അല്ലെങ്കിൽ അസർബൈജാനൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ അവിടെയൊക്കെ ഇ ലേണിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നു. ലെറ്റ്സ് ഗോ. യാ. So this is the e-learning centers, right? Yes, correct. Students can sit here, browse in the website, study them, right? Read everything, take Yeah. the exams. So these whatever. centers you can use as an examination hall also, Yes, right? this part is also used for the examination and for the reading and some classes, whatever they will need access for the bioinformatics program. Yeah. And students using this, right? Yeah, of course. Yeah. So let's go to another rooms. So the university is fantastic. Yes, thank you so much. And the aura you created here is too much good. The students can sit here, they can study here, right? Yeah, of course. Have a little rest between What the is this? classes. ഇതെന്താ ഒരു ബ്രിട്ടീഷ് കൗൺസിൽ IELTS എന്ന് എഴുതിയിട്ടുള്ളത്? British Council IELTS, our students are not all students. Everybody have able to take the examination parts here, and we are with us, and we are helping them to start organizing and give them full certificate for the British IELTS exam. So does it have any other expenses? They have to pay anything extra? Depends on the regulations, Yeah, depends on the program. ഓക്കെ. സോ ഇവർ പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സിറ്റിക്ക് തന്നെ IELTS വേണ്ടിയിട്ട് അവർ കോച്ചിങ് കൊടുക്കുന്നുണ്ട്, ബ്രിട്ടീഷ് കൗൺസിൽ IELTS. അപ്പോൾ സ്റ്റുഡൻസിന് ഇവിടെ തന്നെ പഠിക്കുകയും ചെയ്യുക, എന്ത് ചെയ്യുക, IELTS മറ്റു കാര്യങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയറും ചെയ്യുക. സോ അതിൻ്റെ റൂമാണത്. സോ നമുക്ക് അടുത്തതിലോട്ട് പോവാം. ഓക്കെ. These are our classrooms. I think it's a better to Okay. Classroom will be showing 5th floor. So this is your office, right? Yes. So this is our ഇതാണ് നമ്മളുടെ അന്നയുടെ ഓഫീസ്. കം. You have a beautiful book over there. Thank you so much as possible. This is our office, Dean's office, and quality assurance. Okay. Dean is sitting here. Yes. Okay. So നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത റൂമിലേക്ക് പോവാം. Now we can go from this side. This is our OSCE stations, objective clinical Okay. examinations.
Firstly, this station is for the 3D cadaver, as we are calling Okay, okay. anatomy അതെ, table. അതെ. അതായത് ഇവരുടെ അനാട്ടമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ലെവൽസ് ആയിട്ടാണ് പഠിപ്പിക്കുക. സോ ഇവരുടെ ഫസ്റ്റത്തെ അനാട്ടമി എന്ന് പറയുന്നത് ഇവരൊരു ടേബിളും ഒരു 3D സ്ട്രക്ചറിൽ പഠിപ്പിക്കും. അതിനുശേഷം ഒരു ആർട്ടിഫിഷ്യൽ ബോഡിയിൽ ഒരു പഠിപ്പിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഇവരെന്ത് ചെയ്യുക, മനുഷ്യ ശരീരത്ത് തൊട്ടിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത്. സോ പലർക്കും ഡൗട്ട് ഉണ്ടാവും, വിദേശ MBBS പഠിക്കുക വന്നു കഴിഞ്ഞാൽ റിയൽ ബോഡിയിൽ തൊട്ടു എന്നുള്ളത്. ജീവനുള്ള മനുഷ്യന്മാരിൽ തന്നെ തൊട്ട് പഠിക്കാൻ പറ്റും. കാരണം ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ എന്തുണ്ട്, ഇവരുടെ തന്നെ ഹോസ്പിറ്റലുണ്ട്. സോ അവിടെയാണ് പ്രാക്ടിക്കൽസ് വരിക. സോ ഇവരുടെ ഫസ്റ്റ് സെഗ്മെൻ്റ് ആയിട്ടുള്ള അനാട്ടമി ലാബ് നമുക്ക് കാണാം. It's better to if we switch off. Yeah, okay. So let's go. This is our 3D cadaver. Yeah, Students sure. have the ability to take anatomical part, histological part, and pathophysiology plus radiology. Which once we will click here, it will show each of the organ systems separately with additional informations. Whatever they want to have a much more detailed anatomical structure, then I will show it to you how things are also working. For example, reproduction. Here's Mm-hmm. for each of the sections. You done medicine? No, biology. Uh-huh. I completed medicine. Oh, really? Yeah. Hepatomy, but No, I completed from Caucasus. no. For example, let's go circumcision. Yeah. Our heart. And Long and thick. So this is only the first part shading. After that, they will get the artificial body, Yes. and then they will shade Yes, it, right? of course. Yeah. So let's go to another. let's go to another station. The another station is including medical and surgical. So this is your Avicenna Batumi Medical Academy, right? Yes, correct. This is your emblem, right? Yes. Yeah. Let's go. So each of the stations have generality. This is 1 minute. This is a medical and surgical section, Yes, right? generality to get information from the student, what's happening, imitation of what's happening from each of the stations. ഈ body For കാണിക്കണ്ട. example, this is the surgical ones. Uh-huh. Preparation for the Okay. surgeons, for the medications, whatever happens in the room and such a things. You have all facilities here, right? Yes, of course. All Okay. the necessary equipment for the surgical department. Okay. So we have the stethoscope too. Long years I didn't use this. I missed the old times. Okay. So let's go to another one. Second one is Oh, I see. gynecology. സോ നമ്മൾ ഗൈനക്കോളജിയുടെ കുട്ടികൾ ഇതൊക്കെ പഠിപ്പിക്കുന്ന സ്റ്റേഷൻസ് ആണ്. അതായത് ഈ ഫസ്റ്റ് ഇയർ വരുന്ന കുട്ടികൾക്ക് ഇവർക്ക് ജസ്റ്റ് ഒരു ഇതേപോലെ സ്റ്റിമുലേഷൻ റൂമുകൾ ഉണ്ടാക്കിയിട്ട് ഇത് വെച്ചിട്ട് പഠിപ്പിക്കും. ഇത് കഴിഞ്ഞിട്ട് ഒരു സെക്കൻഡ് ഇയറോ തേർഡ് ഇയറോ ആകുമ്പോൾ റിയലി ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയുടെ തന്നെ ഹോസ്പിറ്റൽസിൽ കൊണ്ടുപോയി പഠിപ്പിക്കും. സോ ഇത് അതിൻ്റെയൊക്കെ ഒരു സാധാ സ്റ്റേഷൻസ് ആണ്. സോ ലെറ്റ്സ് സീ. This is the new technological mannequin which showing the levering process on live actions. Once we will start it, it will show how things are coming with each of the details. And there's a baby mannequin on the another side. It's all the simple version and clinical skills for the clinical skill. ഓക്കെ. സോ ആക്ച്വലി ഇതൊക്കെ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ കുട്ടികൾക്ക് ജസ്റ്റ് കാണിച്ചു കൊടുക്കാനുള്ളതാണ്. ഇത് കഴിഞ്ഞിട്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഹോസ്പിറ്റൽസിൽ തന്നെയാണ് ഇവർക്ക് ക്ലാസ്സസ് വരിക. സോ ഇവർ പറയുന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെയും സിമുലേഷൻ റൂംസ് ഇവർ ആൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷനാണ് എന്ത് ചെയ്യുന്നത് ഇവർ കൊടുക്കുന്നത്. സോ ലെറ്റ്സ് ഗോ ടു അനദർ റൂം, റൈറ്റ്? Yes. This is ICU. This is the IC. Intensive care unit, Intensive right? care. Unit. Yeah. So similar like all facilities, all departments you have similar rooms, right? Yes. Not all the similar rooms, but everything is the connecting to each other. Yeah. So let's do it. This is for the OR. So we have all the tools here. Yes, all the tools here for the surgical and that we can use for any other manipulations. So with this, students start studying, right? Yes. This one they're using for the tracheotomy. Tracheotomy, process. right? Yes. Yeah. Okay. Okay. So let's go to another room. Our next room is ER. Oh, I see. Yes. On this station, we have two big mannequins. This all are using currently. Two mannequins for the adult patient and for the child patient. Okay. Currently.
For this year, we are using rehabilitation side, for the trauma side, and for the everything, whatever we can do for each of the mannequins. ഓക്കെ ഓക്കെ സോ നിങ്ങൾക്ക് റൂംസ് ഒക്കെ കണ്ടിട്ട് ചിലപ്പോൾ ഞാൻ ആർട്ടിഫിഷ്യൽ ബോഡി മാത്രം കാണുമ്പോൾ ഇത് വെച്ചിട്ടാണോ ഇവരുടെ മെഡിസിൻ കരിയർ മൊത്തം തീരുക എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. ഒരു കാരണവശാലും അങ്ങനെ ടെൻഷൻ അടിക്കണ്ട. ഇത് ഇവരുടെ ഫസ്റ്റ് വരുന്ന കുട്ടികൾക്ക് നമ്മളെ നാട്ടിലെ ടെക്സ്റ്റ് ബുക്സിലൊക്കെ കാണിച്ചു കൊടുക്കുന്ന പോലെയുള്ള അതിന് വരെ വളരെ വൃത്തിയായിട്ട് ഒരു സ്റ്റേഷമായി മേക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഓരോ റൂംസ് മേക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഹോസ്പിറ്റൽസ് വരുന്നത്. സോ ഇവർക്ക് എന്ത് ചെയ്യുക, ഇവിടെ പഠിക്കലും തൊട്ടപ്പുറത്ത് ഹോസ്പിറ്റൽസ് പ്രാക്ടിക്കൽസ് ആയിട്ടാണ് പോകുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോൾ 5th ഇയറിലും 6th ഇയറിലൊക്കെ ആയിട്ടാവും പ്രാക്ടിക്കൽസ് കിട്ടുന്നുണ്ടാവുക. ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2nd ഇയർ മുതൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികൾക്ക് ഇതിൻ്റെ പുറമെ ഹോസ്പിറ്റൽസിൽ പ്രത്യേക ഫെസിലിറ്റീസിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ക്ലിനിക്കൽ എക്സ്പോസറിൽ പഠിക്കാൻ പറ്റുന്നുണ്ട്. സോ ദിസ് റൂം ബിലോങ്സ് ടു Emergency medicine, first help. emergency medicine, right? Yes. For the BLS, PBLS, Okay. there's mannequins for the injections, for the catheterizations, for the IV drops, for the BLS for the child and for the adult also. Yeah. So let's go to another room. Let's go to another room now. There was all for the OSCE stations. Now we can go to 5th floor, which is our classrooms. Yeah, let's go. 1 second. Our lecturer is waiting for me. 1 second. Okay, no problem. സോ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ഇത്ര നേരം നിങ്ങളടുത്ത് കാണിച്ചത് ഈ യൂണിവേഴ്സിറ്റിയുടെ ഒരു വലുപ്പമാണ്. അതായത് ടിബിലിസിയിൽ ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്. ഇപ്പോൾ ടിബിലിസിയിൽ നമുക്ക് തന്നെ അറിയാവുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്. SE ഉണ്ട്, ഈസ്റ്റ് വെസ്റ്റ് ഉണ്ട്, കൗക്കാസസ് ഉണ്ട്, യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ ഉണ്ട്, അതേപോലെ ബ്ലാക്ക് സീ ഉണ്ട്, യൂറോപ്പ് യൂണിവേഴ്സിറ്റി ഉണ്ട്, അങ്ങനെ ഒട്ടനവധി യൂണിവേഴ്സിറ്റികളുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് വലിയ ക്യാമ്പസാണ് ആക്ച്വലി അവിസന്ന യൂണിവേഴ്സിറ്റിക്കുള്ളത്. അതായത് ക്യാമ്പസ് വളരെ വലുപ്പമുണ്ട്. ടിബിലിസിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി വലിയ ഫെസിലിറ്റീസിൽ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. നല്ല രസമുള്ള വാൾപേപ്പേഴ്സ്, അത് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് അത്യാവശ്യം നല്ല ഫെസിലിറ്റീസിൽ ഇവിടെ പഠിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ടിബിലിസിയുടെ അത്ര ഫീസ് ഇവിടെയൊന്നും വരുന്നില്ല. വൈ ബിക്കോസ് ഇവിടുത്തെ ഫീസ് കുറയാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ അത്ര പണച്ചെലവ് ടിബിലിസിയിൽ പഠിപ്പിക്കുന്ന അത്ര ചിലവ് അവർക്ക് എന്ത് ചെയ്യുന്നില്ല, ബത്തൂമി പഠിപ്പിക്കുമ്പോൾ അവർക്ക് മെയിൻ്റെനൻസ് കോസ്റ്റ് വരുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബത്തൂമിയിൽ, അതായത് ഈ ബത്തൂമിയിൽ അവിസന്ന യൂണിവേഴ്സിറ്റിയിൽ ഫീസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. കൂടാതെ കുറേ സ്കോളർഷിപ്സിൻ്റെ കാര്യങ്ങളുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഫ്ലോറിലോട്ട് പോകാം. 4th ഫ്ലോറിൽ നിന്ന് 5th ഫ്ലോർക്ക് വന്നിക്കുകയാണ്. സോ ഇവിടെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടോപ്പിക്സും സബ്ജക്ട്സും നമുക്ക് കാണാൻ പറ്റും. അതല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് റൂംസ് നമുക്ക് കാണാൻ പോകും. സോ അന അഗെയിൻ കം. Yes, this is the anatomic classroom, separate classroom for each of the So different we see now a lot of anatomic rooms yes, here. of course, the students have to start the anatomy from the first year. So everything what we are having, it's really easy for them to visualize whole organ system. ഓക്കെ, സോ അനാട്ടമിക്ക് വേണ്ടി മാത്രം നമ്മൾ എന്ത് ചെയ്തു, 2-3 ഡിപ്പാർട്ട്മെന്റ്സ് ഇപ്പോൾ കണ്ടു കഴിഞ്ഞു. പോരാത്തതിന് ഇവർക്ക് ഇത് കഴിഞ്ഞിട്ട് പ്രാക്ടിക്കൽസും ഉണ്ടാവും. സോ ദിസ് ഈസ് ദയർ റൂം, റൈറ്റ്? ഓക്കെ, വി വിൽ ഗോ ഫോർ ദ നെക്സ്റ്റ് റൂം. This is Galen Auditorium. This is Galen Auditorium. We can just show this. Yeah. pictures here. We can see Galen here on And the photo. PBL rooms, which is for the group works. Can I see? Yeah. This is for the Yeah. So സ്റ്റുഡൻസിന് എന്തെങ്കിലും ഗ്രൂപ്പ് വർക്കൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യുക, കുട്ടികൾക്ക് ഡിസ്കഷൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക, അവർക്ക് ചെയ്യാം. അവർക്ക് സെമിനാർസ് ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സബ്ജക്ട്സ് പ്രൊജക്റ്റ് സബ്മിഷൻ ഉണ്ടാവും. അതൊക്കെ കുട്ടികൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ ഇരുന്നിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യുക, ഡിസ്കഷൻ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. other rooms. സോ ദിസ് ഈസ് ദ ടോയ്ലറ്റ്സ്, റൈറ്റ്? ഇത് യൂണിവേഴ്സിറ്റിയുടെ ടോയ്ലറ്റ്സ് ആണ്. എല്ലാ ഫ്ലോറിലും 2 ബോയ്സിനും 2 ഗേൾസിനും ആയിട്ടുള്ളത്. We can go. So we can go to that room, I guess. I can talk to them, right? They're currently in the lecture parts. No, there's no teacher currently. This is one of the some version of our lecture rooms for total 100 students. Yeah, very good. Avicenna's Very good. names and Avicenna's pictures here. Yeah. Let's go to another room. There is no teacher. Can I go there? Hello, yes. Hello. Sure. Hello. This is our second room with your consent. Hi everyone. With your consent. Hi. Can I ask you something? How's the university? Very good. So which very important? Yeah. From which part of India are you coming? Himachal Pradesh. South. South? From south where? Tamil Nadu na? Endha ooru? Kanyakumari. Yeah. So you are from?
कैसा हो बढ़िया बहुत बढ़िया ओके मुंबई में हाँ सो पाव भाजी का पीपल राइट okay okay so which year are you first year everyone in the first year so how many people are here from first year no I'm not saying that total how much first year students are here eh? Huh? Yeah. So for this type of classes, you have 20 or 26 people. So anatomy or some subjects, you have 10 people. Almost. Okay. And how the teachers here? They're good, supportive. Okay. Very good. And how's your stay? நீங்க எங்க ஸ்டே பண்றாரு இங்க இருக்குது ஓகே ஓகே எப்படி இருக்கு ஹாஸ்டல்ஸ் எல்லாம் நிஜமா நல்லா இருக்கு ஸ்ட்ரிக்ட்னஸ் எல்லாம் நல்லாமா இருக்கு ஸ்ட்ரிக்ட்னஸ் எல்லாம் ஓகே இருக்கு உங்களுக்கு டிஸ்கம்ஃபர்ட்டா இருக்கும் ஆனா பேரண்ட்ஸ்க்கு ஹாப்பியா இருக்கும் அப்படிதானே ஓகே ஃபைன் ஃபைன் ஸோ யூ ஹேவ் ஹாஸ்பிட்டல் ஃபெசிலிட்டிஸ் ஆல்சோ ஹியர் ஓகே 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 ஸோ யூ விசிட்டட் ஆல் த ஹாஸ்பிட்டல் nearby you have hospitals right okay okay so bye bye let's go Thank you. The next one is our classrooms and cafeteria. So students have cafeteria here right Of course. yeah സോ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം കഫറ്റീരിയ ഉണ്ട് ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്റ്റലിൽ തന്നെ അവർക്ക് ഫുഡ് ഉണ്ട് ഇനി ഹോസ്റ്റലിൽ നിന്ന് ഫുഡ് കഴിക്കാണ്ട് വരുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ പുറത്തുനിന്ന് കഴിച്ചേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞ കുട്ടികൾക്ക് യൂണിവേഴ്സിറ്റി ഉള്ളിൽ തന്നെ ഫുഡ് ഐറ്റംസ് ഉണ്ട് സോ ലെറ്റ്സ് ഗോ എന്തൊക്കെയാണ് ഇവിടെ ഫുഡ് ഐറ്റംസ് ഉള്ളത് ഹായ് കഗ്ദല ഗർഗ സോ അവർക്ക് കുറേ ജോർജിയൻ ഫുഡ്സ് ഇവിടെ അവൈലബിൾ ആണ് പിസ്സ ഉണ്ട് ബർഗർ ഉണ്ട് പിന്നെ ഇവിടെ നൂഡിൽസ് ഉണ്ട് നൂഡിൽസ് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ നൂഡിൽസ് ആണ് പിന്നെ ഇവിടുത്തെ കുറേ സാലഡ്സ് ഉണ്ട് സോ ഇതൊക്കെ ഫസ്റ്റ് കാണുമ്പോൾ എന്ത് ചെയ്യും കുട്ടികൾ ചിലപ്പോൾ കഴിക്കൂല പക്ഷെ ഇവിടെ വന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്താവും ഇതാവും കുട്ടികളുടെ ഫേവറേറ്റ് ഫുഡ് പിന്നെ നിങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡൊന്നും ചിലപ്പോൾ അത്ര പറ്റിയെന്ന് വരില്ല സോ ഇവിടുത്തെ ഒരു ബ്യൂട്ടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ അതാണ് നമ്മളെ ബത്തൂമി സിറ്റിയുടെ കടൽ കാണുന്നത് സോ കടലിന് നേരം പിന്നെ വേറെ വലിയ അഡ്വാൻറ്റേജ് കം ഐ വിൽ ഷോ യു അതായത് ഇത് റെയിൽവേ സ്റ്റേഷനാണ് ബത്തൂമി റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുന്ന് ജസ്റ്റ് ആ റോഡ് റെയിൽവേ ഒന്ന് ചാടി കടന്നു കഴിഞ്ഞാൽ നേരെ യൂണിവേഴ്സിറ്റിയിലെത്തും സോ ടിബിലിസിന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബത്തൂമി റെയിൽവേ സ്റ്റേഷനിൽ പിന്നെ എന്ത് ചെയ്യേണ്ട നമ്മൾ സെപ്പറേറ്റ് ഒരു ടാക്സിയോ ബസ്സോ ഒന്നും വിളിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഏത് രാത്രിയാണെങ്കിലും റോഡ് മുറിച്ച് എത്താവുന്ന പോലെയാണുള്ളത് സോ ദിസ് ഈസ് ദ കിച്ചൺ ഫെസിലിറ്റി ഹിയർ സോ നമ്മൾ കിച്ചണിലോട്ട് പോകുന്നില്ല ലെറ്റ്സ് ഗോ ടു അനദർ റൂംസ് യാ One of our classrooms here also. So here is auditorium. One. Hi everyone. Hello. How are you? Fine. Which year you are studying? First year, second semester. Can you take this mic? I just need to ask some questions. Okay. So everyone okay, right? Hello. How long are you here? It's had been 6 months. 6 months. Okay, studying first year here. Yeah. Everyone from Mumbai? Gujarat? Mumbai? Any other states? Hyderabad? Any other states? Rajasthan. So whole part of India is here, right? Yes. Yeah. How's the university actually? No, it's very good. How's Anna? Anna is supportive? Yeah, she's very supportive Very and helpful. supportive. So how's the classes going? Classes are going on very well. Okay. You have only theoretical classes over here or you have practicals also? No, we have theoretical, practical, also Everything. clinical classes, Okay. yes. And your hostels are also very grateful, right? Hostel. You are staying hostels, Yeah, right? we stay in You are hostels. getting Indian food, right? Yeah, we're getting Indian How food. long? How long from here to the hostel? It's only 5 minutes. 5 minutes. Okay. So actually, you are happy here. Yeah, we are very happy. Okay. So you are getting classes here, anatomy, all the subjects in the first year. you are Yeah, getting anatomy, here, right? physiology, biochemistry. Does the university have a hospital? I know, but you Yeah, answer. university has a hospital. University has a hospital. So everyone done NEET from India. Yes, How we long? have cleared NEET. 1 year, 2 year, 3 year. 1 year. 1 year. Everyone 1 year. Yeah, 1 year. Does any smart student that doesn't do NEET drop at least 1 year straightly from 12th?
Yeah, so some smart students are there. Me also done 2-year repeat in India. Okay, okay. So bye bye. Bye bye. So let's go. Myself, Dr. Fawaz Usman Alikan. Yeah. I'm from Tbilisi. Okay. നമ്മളിപ്പോ 4th ഫ്ലോറും കണ്ടു, 5th ഫ്ലോറും കണ്ടു. ഇനി നമ്മൾ പോകാൻ പോകുന്നത് 3rd ഫ്ലോർ. സോ 3rd ഫ്ലോറിൽ നമ്മൾ പോകുന്നത് ലിഫ്റ്റിലാണ് ഗൈസ്. സോ ഈ യൂണിവേഴ്സിറ്റിക്ക് മൊത്തം 6 നില ഉള്ളത് കാരണം ലിഫ്റ്റിലാണ് കുട്ടികളൊക്കെ പോലെ. സോ അതിന് മുന്നേ ഞാൻ പെട്ടെന്ന് ക്വിക്കായിട്ട് ഒരു കാര്യം കാണിച്ചു തരാം. സോ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഫസ്റ്റ് ഫ്ലോറിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റേഡിയേഷൻ തെറാപ്പി, പിന്നെ രണ്ടാമത്തെ ഇതിൽ അവിസന്ന സ്റ്റുഡൻറ് സ്പേസ്, മൂന്നാമത്തേൽ നമുക്ക് കാണാൻ പറ്റും PET ന്യൂക്ലിയർ മെഡിസിൻ, PET CT. ദെൻ നമുക്ക് കാണാൻ പറ്റും അവിസന്ന റിസർച്ച് സെന്റർ ഫോർ ഹെൽത്ത് ആൻഡ് ലോങ്ങിവിറ്റി. സോ അവിസന്ന ബത്തൂമി മെഡിക്കൽ യൂണിവേഴ്സിറ്റി 4th ഫ്ലോറിൽ. 5th ഫ്ലോറിലാണ് നമ്മളിപ്പോൾ ഉള്ളത്, അവിസന്ന ബത്തൂമി മെഡിക്കൽ യൂണിവേഴ്സിറ്റി. 6th ഫ്ലോറിൽ കാണുന്നത് മെഡിക്കൽ അക്കാഡമി. സോ ദിസ് ഈസ് ദ കംപ്ലീറ്റ് മാപ്പ്. സോ ഇങ്ങനെ ഒരു സാധനം ഉള്ളതുകൊണ്ട് യൂണിവേഴ്സിറ്റി എത്രത്തോളം ബിഗ്ഗറാണ്, എത്രത്തോളം വലിപ്പമുള്ളതാണെന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. So Anna also staying in Batumi only. Yes, I'm living. You are working here first time or you are? Okay. So start. So ഞാനിപ്പോൾ ഉള്ളത് ഹിസ്റ്റോളജി ലാബിലാണ്, കുട്ടികൾക്ക് ഫസ്റ്റ് ഇയർ പഠിക്കുന്നത്. Excuse me, ma'am. Can I come? Thank you. What's your name? My name is Leah. Leah. So hi everyone. All are from India? Yes, I was from Bangladesh. Bangladesh. Okay, our neighboring country. So everyone happy here? Yes. So you are studying histology, right? Yeah. Okay, how's the teacher? Very good? Very good. Okay, so we can see something here. So you all study. I'm just going. Bye. Carry on. Hi, bro. You are from which part of India, brother? I'm from Bangladesh. Bangladesh. Okay, fine. So here. So this is histology lab. Histology and physiology. Physiology labs, yeah. Okay. So, yeah. We're using this for research center, which include the laboratories parts. Oh, you have a research center here. Yes, here. So 1 minute. So അവിസന്ന യൂണിവേഴ്സിറ്റിക്ക് സ്വന്തമായിട്ട് റിസർച്ച് ലബോറട്ടറീസ് ഉണ്ട്. സോ അത് വലിയ കാര്യമാണ്. ഒരു വിദേശത്തുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് ലബോറട്ടറീസ് ഒക്കെ ഉള്ളിടത്ത് ഒരു കുട്ടികൾ പഠിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. സോ റിസർച്ച് സെന്റർ ഓഫ് ഹെൽത്ത് ആൻഡ് ലോങ്ങിവിറ്റി. സോ അതിന് സംബന്ധമായിട്ടുള്ള റൂമിലോട്ടാണ് ഇപ്പോൾ നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നത്. സോ can I on the light? Yeah. This is simulation area, like we are Simulation. calling the inpatient care. This is the simulation area for the patient care. Students have a group works here to discuss some disease, some cases, get the diagnosis and such a things. ഓക്കെ. സ്റ്റുഡൻസിന് ഫസ്റ്റ് ഇയർ വരുന്ന സ്റ്റുഡൻസിന് തന്നെ ഇവിടെ പ്രാക്ടിക്കൽസിന് സംബന്ധമായിട്ടൊരു ചെറിയൊരു ഡെമോ കൊടുക്കാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള റൂംസാണ്. ഇവിടെ നിന്നാണ് ഇവരുടെ പഠിപ്പൊക്കെ തുടങ്ങുക. നിങ്ങളിതൊക്കെ കാണുമ്പോൾ ഇതിൻ്റെ ഒക്കെ റിയൽ ആയിട്ട് ഹോസ്പിറ്റൽസിൽ തന്നെയാണ് അവർ പഠിക്കുന്നത്. സോ ഇതിൻ്റെ ഒക്കെ ഒരു ഡെമോ അവർ ക്ലാസ് റൂംസിൽ മേക്ക് ചെയ്ത് വെച്ചിരിക്കുക എന്നുള്ളതാണ് മെയിൻ. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് പോകാം. ലെറ്റ്സ് ഗോ. And second room is also the similar. Let's be on to off the AC. It's okay. It's already enough. Second one. Is So also this is the another room, similar. right? Yes. Yeah. So this is another rooms, right? Yes. Okay. Oh, so let's go. Yes. And last two laboratories room, and I think we're finished here. Okay, finish. Can I ask you something? Yes. Can I go to the real hospital here, clinic? Not to record anyone. I just want to. Rehab, no. This one. Yeah. Rehab, no, because the patients are there and we're not allowed to. Okay. Should I try for that? The babies are there, the Okay. patients are there, so it's a better to not Okay. bother them. And last two room is here, and we will be finished. Yeah, finished. So നമ്മളിത് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ഡിപ്പാർട്ട്മെന്റിലോട്ട് പോവാണ്. Which department is this, madam? This is for the laboratory department. But steps okay. This is skill lab, right? Steps. Yes. You have attendance sheet QR here. Yes, of course. Attendance sheets are controlled from the QR codes and from the lecturers. This Each is the student skill are lab. obligated to attend each of the classes. Students have skill lab here, right? Yeah.
So students will get practicals from here. So let's go to another room. This is Saito lab, right? Yes. Saito lab. Yeah. So students can see through the microscope and everything, right? Yes. Yeah. So they have a projector also, they can see from here, right? Yeah. So let's go. Okay, that was all. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിസന മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഹോസ്റ്റലിലാണ്. സോ ഹോസ്റ്റലിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് എ മാജിക് പ്ലേസ്. അതായത് ഇത്രയും നല്ലൊരു ഹോസ്റ്റൽ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. ഞാൻ അസർബൈജാൻ പോയിട്ടുണ്ട്, ജോർജിയ, ഉസ്ബെക്കിസ്ഥാൻ, കസാഖിസ്ഥാൻ, കിർഗിസ്ഥാൻ, ഈജിപ്ത്, ബൾഗേറിയ, റൊമേനിയ, യുക്രൈൻ, ഹംഗറി എല്ലാം പോയിട്ടുണ്ട്. ബട്ട് ഇങ്ങനൊരു ഹോസ്റ്റൽ ആദ്യമായിട്ടാണ്. ഞാൻ അതിൻ്റെ സ്പെഷ്യാലിറ്റി പറഞ്ഞുതരാം. സിറ്റിത്തെ കുട്ടികൾ പഠിക്കുന്ന ഹോസ്റ്റൽ ആൾമോസ്റ്റ് നമുക്കൊരു 5 സ്റ്റാർ അല്ലെങ്കിൽ ഒരു 4 സ്റ്റാർ ക്വാളിറ്റി ഉള്ള ഒരു യൂണിവേഴ്സിറ്റികളും കാര്യങ്ങളൊക്കെ കാണിക്കാൻ പോകുന്ന സ്ഥലമാണ്. സോ വണ്ടറിങ് പ്ലേസ്. കമോൺ. കടൽ കാണാൻ പറ്റും. ഇവിടെ ഒരു ഷിപ്പ് നിർത്തിയിട്ടിട്ടുണ്ട്. സോ കുട്ടികൾക്ക് വൈകുന്നേരം പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സീ വ്യൂ കാണാം. സോ ഹോസ്റ്റൽസിൻ്റെ വ്യൂ അങ്ങനെ തന്നെയാണ് വരുന്നത്. അതായത് കടലിൽ നിന്ന് ജസ്റ്റ് കയറി നമുക്ക് കാണാൻ പറ്റും. സോ ഇത്ര അധികം വ്യൂവിൽ ഒരു ഹോട്ടലായിരുന്നു. ആ ഹോട്ടലാണ് എന്ത് ചെയ്തേക്കണത്, ഒരു ഹോസ്റ്റലായിട്ട്. സോ ദിസ് ഈസ് ദ തിങ്. ഹിയർ യു ആർ ഗോയിങ് ടു സ്റ്റേ. സോ ഇവിടെ നമുക്ക് 2 ഷെയറിംഗ് ഉണ്ട്, 3 ഷെയറിംഗ് ഉണ്ട്, 1 ഷെയറിംഗ് ഉണ്ട്, 4 ഷെയറിംഗ് ഉണ്ട്, 5 ഷെയറിംഗ് ഉണ്ട്. സോ ഇങ്ങനെയൊക്കെയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രണ്ടിലോട്ട് തന്നെ പോകാം. സോ നമ്മൾ ഹോസ്റ്റലിൻ്റെ ഉള്ളിലോട്ട് വന്നിരിക്കുകയാണ്. സോ ഇതൊരു ഹോസ്റ്റൽ നമുക്ക് പറയാൻ പറ്റൂല, ലൈക്ക് ഒരു ഹോട്ടൽ എന്ന് പറയാൻ പറ്റും. ഈ ചുറ്റോറൊന്ന് കാണിച്ചു. ഷോ ലൈക്ക് ദിസ്. സോ ഒരു ഹോട്ടലാണിത്. സോ ഈ ഹോട്ടൽ ഹോസ്റ്റലായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിനകത്ത് ആൾമോസ്റ്റ് എല്ലാ റൂംസും എന്താ ചെയ്യുന്നത്, ബാക്കിലേക്ക് കടൽ കാണുന്ന പോലെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. സോ വളരെ ഹൈജീനിക് ആയിട്ടുള്ള ജിമ്മുണ്ട്, പിന്നെ നമുക്ക് ലോണ്ട്രി ഉണ്ട്, ഇന്ത്യൻ ഫുഡ് ഉണ്ട്, പിന്നെ കടൽ കാണുന്ന രീതിയിൽ ക്രമീകരിച്ചിട്ടുള്ള റൂംസാണ്. സോ ഇതൊരു ഹോസ്റ്റൽ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഹോട്ടലാണ്. സോ ഐ ആൾറെഡി ഷോൺ ലൈക്ക്, അതായത് ഒരു 4 സ്റ്റാർ അല്ലെങ്കിൽ ഒരു 3 സ്റ്റാർ, 4 സ്റ്റാർ, 5 സ്റ്റാർ വലിപ്പമുള്ള ഒരു ഹോട്ടലാണിത്. സോ നമുക്ക് എന്ത് ചെയ്യാം, നേരെ റൂംസിലോട്ട് പോകാം. സോ ഒരുപാട് റൂംസ് ഉണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, റൂംസിൻ്റെ ഉള്ളിലോട്ട് പോകാം. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും അത്യാവശ്യം നല്ലൊരു ലക്ഷറി ഫീലാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. ഒരു ഹോട്ടലിലുള്ള എല്ലാ സെറ്റപ്പിനനുസരിച്ചിട്ടാണ് നിൽക്കുന്നത്. പോരാത്തതിന് ഇതിൻ്റെ റെൻറ്റ് അപ്രോക്സിമേറ്റ്ലി അത്ര ഒന്നും വരുന്നില്ല. ആൾമോസ്റ്റ് ഒരു 150-160 USD ഒക്കെയാണ് പെർ മന്ത് വരുന്നുള്ളൂ. നമ്മുടെ നാട്ടിലത്തെ ഒരു 15,000-16,000 രൂപയൊക്കെ ഉള്ളൂ മന്ത്ലി വരുന്നുള്ളൂ ഒരു റൂമിനകത്തോട്ട് കയറാം. സോ കുട്ടികൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന റൂമായതുകൊണ്ട് ഇച്ചിരി വൃത്തികേടുണ്ടാവും, എന്നാലും കുഴപ്പമില്ല കേട്ടോ. സോ ഇതാണ് വാർഡ്രോബ്സ്, നമുക്ക് കാണാൻ പറ്റും കുട്ടികളുടെ. പിന്നെ നേരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടോയ്ലറ്റ്സ് ജസ്റ്റ് ഒന്ന് കാണാം. സോ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഫെസിലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ദിസ് ഈസ് ദ റൂം. ദിസ് ഈസ് 3 ഷെയറിംഗ് റൈറ്റ്. ആൻഡ് സ്റ്റുഡൻസിന് 3 ഷെയറിംഗ് ഉണ്ട്, 2 ഷെയറിംഗ് ഉണ്ട്, 1 ഷെയറിംഗ് ഉണ്ട്. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രൈസ്. ആൻഡ് ദ മോസ്റ്റ് മാജിക് തിങ് ഐ വിൽ ഷോ യു വൺ തിങ്. സോ I visited a lot of universities, but this thing is very special. So let's go outside. Yeah, this is very special here. That means നമ്മൾ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഹോസ്റ്റലാണ് നിൽക്കുന്നത്. നമ്മളൊരു റിസോർട്ടിലോ അതല്ലെങ്കിൽ ഒരു 5 സ്റ്റാർ ബീച്ചിൻ്റെ വെക്കേഷൻ ആസ്വദിക്കാൻ വേണ്ടി വന്നിക്കല്ലേ. അങ്ങോട്ട് നോക്കി നോക്കും. നമുക്കിതാ ഇവിടെ കുട്ടികൾക്ക് നടക്കാം, അവിടെ പോയിട്ട് മറ്റേ സീൻ്റെ സൈഡിൽ പോയി നിൽക്കാം, കോസ്റ്റൽ ഏരിയ. സോ ബ്യൂട്ടിഫുൾ. സോ ഇത്രയൊരു അറ്റ്മോസ്ഫിയറിൽ ഇതൊക്കെ ബാക്കിയുള്ള കുട്ടികളുടെ സ്പേസാണ്. ആൾമോസ്റ്റ് ഒരു 90% റൂംസും കടലിനോട് സമാന്തരമായിട്ടാണ് നിൽക്കുന്നത്. സോ നല്ല ആംബിയൻസിൽ ഉഷാറായിട്ട് എന്ത് ചെയ്യുക, കുട്ടികൾക്ക് പഠിക്കാൻ പറ്റും. ഇന്ത്യൻ ഫുഡാണ് ഇവർ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ദാറ്റ് സോ മച്ച് ഗുഡ്. സോ ഇവിടെ അത് മാത്രമല്ല, കുട്ടികൾക്ക് അക്കോമഡേഷൻ്റെ ഫെസിലിറ്റിയിൽ തന്നെ ലോണ്ട്രി അവൈലബിൾ ആണ്, പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇവിടുന്ന് യൂണിവേഴ്സിറ്റിക്കാകെ 5 minutes വാക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ളൂ. സോ ജോർജിയയിലെ ഹോസ്റ്റൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തോന്നാൻ പറ്റും. ഇത് സ്റ്റഡി ടേബിളാണ്, പക്ഷെ വല്ലാണ്ട് കാണിക്കുന്നില്ല ബിക്കോസ് സ്റ്റുഡൻസ് മെസ്സി ആയി വെച്ചേക്കാണ്. സോ ദിസ് ഈസ് ദ റൂംസ് ഹിയർ. സോ ഹായ്, വാട്ട്സ് യുവർ നെയിം? Ashi. Yeah. From which part of India? Mumbai. Pav bhaji. Sorry? Pav bhaji. Vada pav. I'm from Kerala. So which year you are? First year? Yeah. How's the university? Good? Yeah,
I visited your university. That's too much good. Okay. How long are you here? 1 year, 6 months? No, come in December. December, last December. So everything is going good, right? Food good. Absolutely good, yes. Your hostel is fantastic actually. Okay. So everything is good. You prefer Avicenna. You recommend Avicenna. Sure, yeah. Okay. So all the best. Thank you. Yeah. So let's go. So we already seen the 3 sharing. Now we are going to see the first 1 sharing. So നമുക്ക് ഒരാൾ മാത്രം താമസിക്കുന്ന ഒരു റൂം കാണാൻ വേണ്ടി പോവാ. So we can check how's the room is. ഒരു കിടിലനായിട്ടുള്ള വാർഡ്രോബ് ഉണ്ട്. പിന്നെ പുറത്ത് നമുക്ക് ഒരു ടോയ്ലറ്റ് പ്ലസ് ഫെസിലിറ്റീസ് ഉണ്ട്. സോ നമുക്ക് കാണാൻ പറ്റും ഒരു ബാത്ത് ടബൊക്കെ ആയിട്ട് ലൈക്ക് നമ്മളൊരു 3 സ്റ്റാർ ഹോട്ടൽസിലൊക്കെ നിൽക്കുന്ന പോലെ. ഇത് സ്റ്റുഡൻസ് ഹോസ്റ്റലാണെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വി കനോട്ട് ബിലീവ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരാൾക്ക് മാത്രം കിടക്കാനുള്ളത്. ഇനി ഞാൻ നേരത്തെ റൂമിൽ കാണിച്ച അതേ ഒരു അത്ഭുതം കാണിച്ചു തരാം. കം ദിസ് ഈസ് ദ ബാൽക്കണി. അതായത് ഇവിടെയാണ് സ്റ്റുഡൻസിന് എന്ത് ചെയ്യുന്നത്, ബാൽക്കണി. ആക്ച്വലി നമ്മളിവിടെ വന്നിട്ടുള്ളത് വെക്കേഷൻ ആസ്വദിക്കാനോ അതല്ലെങ്കിൽ സൺഡേ വൈബ്സിനോ അതല്ലെങ്കിൽ ഒരു ഹോളിഡേയ്സ് ആസ്വദിക്കാനൊന്നുമല്ല. ബട്ട് എവറി ഡേ ഫീൽസ് ലൈക്ക് ദിസ്. എല്ലാ ദിവസവും നമുക്ക് എന്ത് ചെയ്യായിരിക്കും, എൻജോയബിൾ ആയിരിക്കും. നോക്കി നോക്ക് നിങ്ങൾക്ക്. ഇതാണ് നമ്മളുടെ ബത്തൂമി സീ. ബത്തൂമി സീൻ്റെ ഓരത്ത് എന്നിട്ട് എന്ത് ചെയ്യുക, ആൾക്കാരൊക്കെ വന്ന് കിടക്കുന്നുണ്ട് ഇവിടെ. അതായത് നമുക്ക് ഇവിടുന്ന് ഇത്രയും വാക്കിംഗ് ഡിസ്റ്റൻസിലാണ് കടലുള്ളത്. ഈ കടൽ കണ്ടിട്ട് അത് ഈ റൂം മാത്രമൊന്നുമല്ല, ആൾമോസ്റ്റ് എല്ലാ റൂംസും പ്ലീസ് ഷോ ദിസ്. എല്ലാ റൂംസും കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഉണക്കിയിട്ടിരിക്കണുണ്ടോ. സോ ഇങ്ങനെയാണ് മൊത്തത്തിലുള്ള യൂണിവേഴ്സിറ്റിയുടെ വൈബ് വരുന്നത്. സോ വളരെ സൂപ്പറായിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ്. സോ അതിൻ്റെ അക്കോമഡേഷൻ വളരെ അടിപൊളിയാണ്. ഇവിടുന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ എന്ത് വരുന്നുള്ളൂ, യൂണിവേഴ്സിറ്റിയിലോട്ട് വരുന്നുള്ളൂ. സോ വെരി ഗുഡ് ആക്ച്വലി. സോ നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ ഫ്ലോറിൽ നിന്ന് നേരെ ഇവരുടെ ഫുഡ് കഴിക്കുന്ന സ്ഥലത്തോട്ട് പോകാൻ. സോ ജോയിൻ വിത്ത് മീ. സോ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫെസിലിറ്റീസാണ്. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ജിമ്മ് കാണാം. കുട്ടികൾക്ക് ഹോസ്റ്റലിലുള്ള ജിം ഫെസിലിറ്റീസ് നമുക്ക് കാണാം. സോ കുട്ടികൾക്ക് വന്നിട്ട് എന്ത് ചെയ്യാം, ജിം ഫെസിലിറ്റീസ് അവൈലബിൾ ഫോർ എവരി വൺ. അതായത് ജിമ്മൊക്കെ ഉള്ള ഹോസ്റ്റൽസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര അധികം അടിപൊളിയാണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രെഡ്മിൽസ് അവൈലബിൾ ആണ്. സോ ട്രെഡ്മില്ലുണ്ട്, ജിമ്മുണ്ട്. ഇതിലൊക്കെ നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ കൂടെ നിൽക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്, ഇതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബീച്ച് കണ്ടുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ജിമ്മ് യൂസ് ചെയ്യാന്നുള്ള. സോ നമ്മൾ അടുത്ത അത്ഭുതത്തിലോട്ട് പോവുകയാണ്. സോ നമ്മളിനി കുട്ടികളുടെ ഫുഡിൻ്റെ ഏരിയയിലോട്ട് പോവുകയാണ്. സോ വി ക്യാൻ ഗോ ഫോർ ദ ഫുഡ് ഏരിയ. സോ ഇവിടെ ആക്ച്വലി ഇന്ത്യൻ ഫുഡാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. എനിവേ വി വിൽ സീ ഇറ്റ്. സോ ആൾമോസ്റ്റ് ഒരുപാട് 200 കുട്ടികൾക്ക് ഒക്യുപ്പൻസി ഉള്ള വലിയ ഹോസ്റ്റലാണ് ഇതുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഫുഡ് ഹാളിലോട്ട് പോവാം. സോ സി നമ്മളെ ഫുഡ് ഏരിയ ആണ്. നമുക്ക് ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 സ്റ്റാർ ഹോട്ടൽ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ഫീൽ പോലെ നമുക്ക് എന്ത് ചെയ്യും, കാണാൻ പറ്റും. സോ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഇരുന്നിട്ട് കുട്ടികൾക്ക് എന്ത് ചെയ്യുക, ഡെയിലി ഭക്ഷണം കഴിക്കുക. ഇവിടെയാണ് കുട്ടികൾക്ക് എന്ത് ചെയ്യുക, ഫുഡ് വിളമ്പുക. സോ പ്ലേറ്റ് ഉണ്ട്, ഇവിടെ സ്പൂണുണ്ട്, ഗ്ലാസ് ഉണ്ട്, അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ചെയ്യാം. അങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യുക, കുട്ടികൾക്ക് ഇവിടെ വന്ന് ഇരുന്നിട്ട് എന്ത് ചെയ്യുക, ഭക്ഷണം കഴിക്കുക. സോ ഈ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, കടൽ കണ്ടുകൊണ്ട് സീ വിസിബിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കാണാമെന്നുള്ളതാണ് പ്രധാന പ്രത്യേകത. സോ ഇതൊക്കെ ഈ യൂണിവേഴ്സിറ്റിയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇത്ര അധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹോസ്റ്റൽ കണ്ടിട്ടുള്ളൂ. വെരി ബ്യൂട്ടിഫുൾ, അതായത് ഒരു രക്ഷയില്ല ഹോസ്റ്റൽ. സോ നമ്മളിപ്പോൾ കിച്ചണിൻ്റെ ഉള്ളിലോട്ടാണ് വന്നിട്ടുള്ളത്. സോ എങ്ങനെയുണ്ട് കിച്ചൺ ഫെസിലിറ്റീസ് എന്ന് നോക്കാം. ഹായ് ബ്രോ, വൈകുന്നേരത്തേക്കുള്ള ഫുഡിനെ വെള്ളത്തിലിട്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഇവിടെ നല്ല വൃത്തിയിൽ, അതായത് ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അവർ കുക്ക് ചെയ്യുന്നത്. ആൾമോസ്റ്റ് ഡെയിലി ഒരു 150 to 200ഓളം കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഫുഡ് കഴിക്കാനുണ്ടാവും. സോ ഇവിടെ മസാല ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇവിടെ വേറെ ഫുഡ് ഐറ്റംസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ദിസ് ഈസ് ഫോർ റൈസ്. Yeah, chawal. So here we can see this is for masala, right? Yes. Which one this is? Gravy. Yeah. So അതായത് ഇന്ത്യൻ ഫുഡ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വൈകുന്നേരം ഇവിടെ നോൺ വെജും വെജും അവർ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സോ ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സാലഡ്സ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ വളരെ ഹൈജീനിക് ആയിട്ടാണ് അവർ ഓരോന്ന് ചെയ്യുന്നത്.
സോ ഇവിടെ മിക്സിയൊക്കെ ഉണ്ട് ഇതിൽ. പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ചിക്കൻ ചുടാനും മറ്റു ഫെസിലിറ്റീസും അവിടെ ഉണ്ട്. ഇന്ത്യൻ മസാലാസ് ആണ്, നമ്മളെ ഇന്ത്യത്തെ എല്ലാ മസാലാസും ഉണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ, ജീരകം, ഉപ്പ് തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഫ്രിഡ്ജൊക്കെ നിറച്ചു വെച്ചിരിക്കുകയാണ്. ഇത് വെച്ചിട്ടാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഇവിടെ വളരെ ക്ലീൻ ആയിട്ടുള്ള ഹൈജീന് അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇങ്ങനെയൊക്കെയാണ് യൂണിവേഴ്സിറ്റിയുടെ ഹോസ്റ്റൽസിൻ്റെ അവസ്ഥ. സോ ഈ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരു നഷ്ടമായിരിക്കും. കാരണം യൂണിവേഴ്സിറ്റി 50%, ബാക്കി 100% ആണ് അതിൻ്റെ ഹോസ്റ്റൽ വരുന്നത്. യൂണിവേഴ്സിറ്റി 50% ആണ് മോശമായതുകൊണ്ടല്ലേ, യൂണിവേഴ്സിറ്റി തന്നെ അടിപൊളിയാണ്, പക്ഷേ ഹോസ്റ്റൽ ഡബിൾ സൂപ്പറാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. സോ നമ്മൾ ഹോസ്റ്റലിൻ്റെ ലോണ്ടറി ഫെസിലിറ്റീസിലോട്ട് പോയി നിൽക്കുകയാണ്. സോ ഇത് വലിയ വലിയ കാർപ്പറ്റൊക്കെ വാഷ് ചെയ്യാനുള്ള സാധനമാണ്. ഇത് കുട്ടികളുടെ ബെഡ്ഷീറ്റ് മറ്റു കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനുള്ള സാധനമാണ്. ഇത് വലിയ നമ്മൾ കൊമേഴ്ഷ്യൽ പർപ്പസിന് കാണുന്ന ബിഗ്ഗർ സാധനമാണ്. സോ ഇതിനകത്ത് ഒരാൾക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ എനിക്ക് തന്നെ കയറി കിടക്കാൻ പറ്റും. സോ അത്രയധികം ഫെസിലിറ്റീസ് ആണ്. ഇത് പിന്നെ കുട്ടികളുടെ ഡ്രസ്സുകൾ ഉണക്കാനുള്ളത് തേർഡ് ഫ്ലോർക്ക് 2 4th ഫ്ലോർക്ക് 1. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഓരോ ഫ്ലോറിൽ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് കുറച്ച് സാധനങ്ങൾ അയൺ ചെയ്യാനുള്ളതാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. സോ ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചപ്പാത്തി മേക്കിംഗ് കാണാൻ പറ്റും. സോ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ചപ്പാത്തി മേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇതാണ് ചപ്പാത്തിയുടെ മാവ്. സോ ഇതാണ് ചപ്പാത്തിയുടെ കല്ല്. സോ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ചപ്പാത്തി മേക്ക് ചെയ്ത് വരുന്ന മെഷീനാണ് ഇവിടെ. അതായത് ഇത് നമ്മൾ ഇന്ത്യയിലല്ല കേട്ടോ കാണുന്നത്, ഇതൊക്കെ നമ്മൾ ജോർജിയയിലെ ബത്തൂമിയിലാണ് കാണുന്നത് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അത്ഭുതം. പിന്നെ പൊടി, ആട്ടപ്പൊടിയാണോ മൈദപ്പൊടിയാണോ യൂസ് ചെയ്യാന്ന് എനിക്കറിയില്ല. ഇത് ഇളക്കുന്ന ഗ്രൈൻഡർ അല്ല, മാവ് കുഴക്കുന്ന മെഷീൻ, അതാണ് ബ്ലെൻഡർ. സോ ബൈ. MBBS എബ്രോഡ് പഠിക്കാൻ ജോർജിയ ചൂസ് ചെയ്യുന്ന കുട്ടികളുടെ അടുത്ത് ബത്തൂമിയിൽ അബിസന്ന എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. സോ 100-400 ഇന്ത്യൻ സ്റ്റുഡൻസ് പഠിക്കുന്ന ഹോസ്പിറ്റൽസിനോട് ചേർന്ന് വരുന്ന എല്ലാ ഫെസിലിറ്റീസും ഉള്ള യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ഫീസിൽ എന്ത് ചെയ്യാൻ പറ്റും, MBBS പഠിക്കാനും ഗ്രാജുവേറ്റ് ചെയ്യാനും പറ്റും. സോ കൂടുതൽ വിവരങ്ങൾക്കായി എന്ത് ചെയ്യുക, താഴെ കോൺടാക്ട് ചെയ്യുക.